വാൽമീകി രാമായണ ജ്ഞാന യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വാൽമീകി മാമുനി തന്റെ സംശയത്തെ സുവ്യക്തമായി ചോദിച്ചു. നാരദന് വലിയ സന്തോഷമായി. കാരണം നാരദനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്നും എവിടെയും ചോദ്യങ്ങൾ കേൾക്കുന്നതിൽ വലിയ സന്തോഷമാണ്. മാത്രമല്ല, ഇമ്പമുള്ള ചോദ്യങ്ങളോട് ഇമ്പമായി ഉത്തരം പറയാനും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്റെ മുന്നിൽ ലോകോപകാരാർത്ഥത്തിനു വേണ്ടി ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പോൾ വലിയ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അത്തരമൊരാളെ തിരഞ്ഞു പിടിച്ചു പറഞ്ഞു തരാം. തൈർയുക്ത ശ്രൂയതാം നര എന്ന് പറഞ്ഞ് കേൾക്കൂ, എല്ലാം തികഞ്ഞ ആ വ്യക്തിത്വത്തെ പറ്റി കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമജനൈശ്രുത എന്ന് പറഞ്ഞു. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച് രാമൻ എന്ന ജനങ്ങളാൽ വിളിക്കപ്പെടുന്ന ആ വിശ്രുതമായ നാമത്തോടു കൂടിയിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ചരിതം കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് ശ്രീരാമന്റെ ജീവചരിതം വാൽമീകി മാമുനിക്ക് നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറയുന്ന കൂട്ടത്തിൽ നാരദൻ സുവ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. 15 ഗുണങ്ങളല്ലേ മാമുനെ എന്നോട് ചോദിച്ചത്. എന്നാൽ 66 സദ്ഗുണങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു മഹാവ്യക്തിത്വത്തെ, പ്രഭാവനായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ മാറുന്ന കാലത്ത് സർവർക്കും എല്ലാ കാലവും പ്രേരിപ്പിക്കാൻ പറ്റുന്ന, എല്ലാ കാലവും അനുകരിക്കാൻ പറ്റുന്ന ശ്രേഷ്ഠ ഗുണമഹിമയുള്ള ഒരു മഹാനുഭാവനെ ഞാൻ ഇതാ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് 15 ഗുണങ്ങൾക്ക് പകരം 66 സദ്ഗുണങ്ങൾ ഒരുമിച്ചൊരു വ്യക്തിയിൽ ചേർന്നാൽ ഏത് സ്വരൂപം ഉണ്ടാകുമോ ആ സ്വരൂപമുള്ള ശ്രീരാമചന്ദ്രന്റെ ജീവചരിത്രം പറഞ്ഞു. 15 ചോദ്യങ്ങൾ വാൽമീകി ചോദിച്ചപ്പോൾ ധർമ്മജ്ഞനും കൃതജ്ഞനും വിദ്വാനും സമർത്ഥനും പ്രിയദർശനനും ഒക്കെ ചോദിച്ചല്ലോ. അതുമാത്രമല്ല, തനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തു. ശ്രീമാനാണ് അദ്ദേഹം, വാഗ്മിയാണ് അദ്ദേഹം, വശി എന്ന സദ്ഗുണമുണ്ട് അദ്ദേഹത്തിന്, നീതിമാനാണ്, നീതിജ്ഞനാണ്, ആചാനുബാഹുവാണ്. ഇങ്ങനെ തുടങ്ങി 66 സദ്ഗുണങ്ങൾ രാമന്റെ ചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ചരിതം മുഴുവൻ വാൽമീകി മാമുനി കേട്ടു. ആ കേട്ട ചരിതത്തെ നാം ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഈ 66 സദ്ഗുണങ്ങളും നമ്മൾ ഒരു പട്ടികയായി എഴുതി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ വൈയക്തികമായ സദ്ഗുണങ്ങളുണ്ട്, സാമാജികമായ സദ്ഗുണങ്ങളുണ്ട്, രാഷ്ട്രപരമായതുണ്ട്, അതിൽ ഒരു രാജാവിന് വേണ്ട ഗുണങ്ങളുണ്ട്. ഇങ്ങനെ ഗുണങ്ങളുടെ കലവറയായ ശ്രീരാമഭദ്രനെ നമ്മുടെ മുന്നിൽ സുവ്യക്തമായി നാരദ മാമുനി വാൽമീകിക്ക് പറഞ്ഞുകൊടുത്ത് നമുക്കു വേണ്ടി നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്. നാരദൻ പറഞ്ഞുകൊടുത്ത ഈ ശ്രീരാമന്റെ മൂല്യങ്ങളെ നാം നല്ലപോലെ ചിന്തിക്കണം. കാരണം രാമനെ നാം കുറ്റം പറയാൻ നമ്മുടെ നാവൊന്ന് അനക്കുന്നുവെങ്കിൽ ആ രാമന്റെ മഹിമയിൽ ഒരു ഗുണമെങ്കിലും നമുക്കുണ്ടോ? ഈ കുറ്റം പറയുന്നവരും പത്രമാധ്യമങ്ങളിൽ എഴുതുന്നവരും ഇന്നത്തെ നവമാധ്യമങ്ങളിൽ മുങ്ങിമറിയുന്നവരെല്ലാം ചിന്തിക്കണം, രാമന്റെ ഈ സദ്ഗുണം അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ സമീപത്തുണ്ടോ എന്നെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ വിരാട് പുരുഷനായ ത്രിവിക്രമനായ രാമനെ, 66 സദ്ഗുണങ്ങളുള്ള ആ മഹത്വവിനെ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിപ്പിക്കട്ടെ. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.